പായ്വഞ്ചിയിൽ തെക്കേ അമേരിക്കയിലെ കേപ്പ് ഹോൺ മുറിച്ചുകടന്ന് ചരിത്രം കുറിച്ച് ഭാരതീയ വനിതാ നാവികർ. ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന കെ, രൂപ എ എന്നിവരാണ് വിജയകരമായി യാത്ര നടത്തിയത്. നാവികസാഗർ പരിക്രമ 2 പര്യവേക്ഷണത്തിന്റെ 3ാം ഘട്ടത്തിലാണ് നേട്ടം കൈവരിച്ചത്. നാവികസാഗർ പരിക്രമ 2 പര്യവേഷണത്തിന്റെ 3ാം ഘട്ട സഞ്ചാരത്തിലാണ് INSV തരണി കപ്പലിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന കെ, രൂപ എ എന്നിവർ കേപ്പ് ഹോൺ കടന്നത്. വിജയകരമായി പര്യവേഷണ യാത്ര നടത്തിയ ഇരുവർക്കും കേപ്പ് ഹോണേഴ്സ് പദവി നൽകി ഇന്ത്യൻ നാവികസേന ആദരിക്കുകയും ചെയ്തു. We will gain 24 hours, which means we will shift our clocks from 1900 hours of 9 Jan 2025 back to 1900 hours of 8 Jan 2025. That means we get to live this day all over again. അന്റാർട്ടിക്കയിൽ നിന്നും 800 കിലോമീറ്റർ അകലെയാണ് കേപ്പ് ഹോൺ സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷ് പരിവേഷകനായ സാൻ ഫ്രാൻസിസ് ഡേക്കിന്റെ പേരിലാണ് ഈ പാത അറിയപ്പെടുന്നത്. അതിശക്തമായ കാറ്റും ഉയർന്ന തിരമാലകളും പ്രവചനാതീതമായ കാലാവസ്ഥയും നിറഞ്ഞ അപകടകരമായ ജലപാതയാണിത്. 240 ദിവസം കൊണ്ട് 3 സമുദ്രങ്ങളും 3 മുനമ്പുകളും 4 ഭൂഖണ്ഡങ്ങളിലൂടെയും സഞ്ചരിച്ച ഈ യാത്ര സമുദ്ര ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ശാസ്ത്ര പരിവേഷണത്തിനും സഹകരണത്തിനും പിന്തുണ നൽകുന്ന ഭാരതത്തിന്റെ ശ്രമങ്ങളുടെ ഫലമാണ് സാഗർ പരിക്രമ ദൗത്യം. കഴിഞ്ഞ വർഷമായിരുന്നു സാഗർ പരിക്രമ 2 പര്യവേഷണത്തിന്റെ 3ാം ഘട്ടത്തിനായി INSV തരണി കപ്പൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.